Hey hello, welcome back to my YouTube channel Mallu Vlogger. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മാരുതി ഓമിനി 2000 മോഡൽ മാരുതി ഓമിനിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികം സമയം വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് റിവ്യൂസിലേക്കും കാര്യങ്ങളും രണ്ടായിരം മോഡൽ ഓമനി എന്ന് പറയുന്നത്. ഗൈസ്, ഇനി എൻ്റെ ഡിക്കി സ്പേസ് കാണിച്ചു തരാം. വലിയൊരു ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ സീറ്റും കാര്യങ്ങളൊക്കെ ഊരി വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ പിന്നെയും ഡിക്കി സ്പേസ് കിട്ടുന്നുണ്ട്. ഒരാൾക്ക് സുഖമായിട്ട് കിടന്നു പോകാൻ പറ്റുന്നൊരു സ്പേസാണ് ഈ ഒരു വണ്ടിക്കകത്ത് ലഭിക്കുന്നത്. ഒരാൾക്ക് സുഖമായിട്ട് ഈ ഒരു വണ്ടിക്കകത്ത് കിടന്ന് സഞ്ചരിക്കാൻ പാകത്തിന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാം. പിന്നെ ഈ സ്പീക്കറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെന്നാണ്. കമ്പനി വരുമ്പോൾ സ്പീക്കറും കാര്യങ്ങളും മ്യൂസിക് സിസ്റ്റവും ഫാനും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് ഒത്തിരി സ്ഥലമുള്ള മാതിരി നമുക്ക് തോന്നുന്നുണ്ട്. ശരിക്കും ഒത്തിരി സ്ഥലം തന്നെയുണ്ട്. പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു വണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും. പല സാധനങ്ങളും കൊണ്ടുപോകാനായാലും യാത്ര ചെയ്യാനായാലും അത്യാവശ്യം വെയിറ്റ് വരുമ്പോഴാണ് ഇതിൻ്റെ അത്രയും കംഫോർട്ട് നമുക്ക് ലഭിക്കുന്നത്. അതായത് ലീഫ് സ്പ്രിങ് സസ്പെൻഷൻ ആയതുകൊണ്ട് വണ്ടിക്ക് വെയിറ്റ് വന്നാൽ മാത്രമേ നല്ല കംഫോർട്ടബിൾ, അല്ലെങ്കിൽ കുറച്ച് ജർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിപ്പോൾ ലീഫ് സ്പ്രിങ് സസ്പെൻഷനുള്ള എല്ലാ വണ്ടിയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. പിന്നെ ഓമനിനെ ആരാധിക്കുന്ന ഒത്തിരി അധികം ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ഓമനിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ഒരു കുട്ടി ബസ് നിർത്തിയിട്ടേക്കണ ഒരു ഫീൽ ഇതിനകത്ത് ലഭിക്കും. അപ്പോൾ ഇത് ഓടിക്കുന്നവർക്കും ആ ഒരു ഫീല് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഓമനി ഇത്രയധികം ആൾക്കാർ ഇഷ്ടപ്പെടാനുള്ള കാരണം. ഗൈസ്, ഇതിൽ 2 വൈപ്പേഴ്സാണ് വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ വാട്ടർ സ്പ്രേയുടെ നോസിൽ. ഒറ്റ നോസിലായിരുന്നുള്ളൂ ഫുൾ ഗ്ലാസ് ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ ഒരു വൈഡായിട്ടുള്ളൊരു ഗ്ലാസ് ഏരിയ ഇവിടെ കാണാം. റോഡ് കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റും. ഓമനിയിലെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 38 BHP അറ്റ് 5000 RPM ഇതിൻ്റെ മാക്സിമം പവർ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ 59 Nm അറ്റ് 3000 RPM. പിന്നെ ഏകദേശം മൈലേജ് എന്നൊക്കെ പറഞ്ഞാൽ 13-14 റേഞ്ചിലാണ് ഇതിൻ്റെ മൈലേജ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ ലീഫ് സ്പ്രിങ് സസ്പെൻഷനാണ് ഇതിൽ വരുന്നത്. പിന്നെ ബ്രേക്സ് ഒക്കെ ഡ്രം ബ്രേക്സ് ആണ്. അതന്നെ, ഡ്രം ബ്രേക്സ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചവിട്ടിയാലൊക്കെ തന്നെ വണ്ടി നിൽക്കുള്ളൂ. അല്ലാതെ ഇപ്പോൾ മോഡേൺ വണ്ടികളെ പോലെ ചവിട്ടി വണ്ടി നിർത്താനൊന്നും പറ്റില്ല. അപ്പോൾ അത്യാവശ്യം ശ്രദ്ധിച്ച് ഓടിക്കേണ്ട വണ്ടി തന്നെയാണ് ഓമനി എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു മൾട്ടി യൂട്ടിലിറ്റി വിഭാഗത്തിൽ പെടുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടും ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഓമനിയിൽ പുതിയ മോഡലിൽ AC വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. പഴയ മോഡൽസിലും കാര്യങ്ങളിലൊന്നും AC കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതൊരു 2000 മോഡൽ ഓമനിയാണ്. അപ്പോൾ ഇതിൽ ഒത്തിരി വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്ന ഓമനിയാണ്. ഗൈസ്, അപ്പോൾ ഒരു തിരുത്തുണ്ട്. പുതിയ ഓമനിയിൽ AC ലഭിക്കില്ല, ഫാൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. AC-യുടെ കംപ്രസറും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓമനിയുടെ പ്രൊഡക്ഷൻ ഇപ്പം നല്ലൊരു താൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. ഓമനിക്ക് പകരം അവർ അതേ സെയിം മേഖലയിലേക്ക് ഇറക്കിയിരിക്കുന്ന വണ്ടിയാണ് ഈക്കോ എന്ന് പറയുന്നത്. പക്ഷേ ഈക്കോനെ സംബന്ധിച്ചിടത്തോളം ഓമനിയേക്കാളും കൂടുതൽ അതിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്. അതായത് സർവീസ് കോസ്റ്റ് ഈക്കോന് കൂടുതലായിട്ട് വരുന്നുണ്ട് ഓമനിനേക്കായും. അപ്പോൾ ഓമനി നിർത്തണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഓമനി ഫാൻസ് ആയിട്ടുള്ള പലരുടെയും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഓമനിൽ യാതൊരു സേഫ്റ്റി കാര്യങ്ങളും എയർ ബാഗോ അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഗിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4+1 ഗിയറാണ് വരുന്നത്. 1 എന്ന് പറഞ്ഞ റിവേഴ്സ് ഗിയറാണ്, അതായത് 1 2 3 4. പിന്നെ നമ്മുടെ ബസ്സിലൊക്കെ പോലത്തെ ഗിയർ ലിവറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം നല്ല ഹാർഡ് തന്നെയാണ്. പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊന്നും അല്ല അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഓടിക്കാനൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ആക്സിലേറ്ററും ബ്രേക്ക് എന്നൊക്കെ പറയുന്ന ആക്സിലേറ്റർ കണ്ട് നിൽക്കുന്ന ബസ്സിലൊക്കെ വരുന്ന സെറ്റപ്പാണ്. ഒരു ചെറിയൊരു ബസ്സിൻ്റെ അതിരുന്ന് ഓടിക്കുന്ന ഒരു സെറ്റപ്പ് തീർച്ചയായിട്ടും അതിനകത്ത് ലഭിക്കുന്നതാണ്. അപ്പം അങ്ങനെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഇപ്പം നല്ല ഹാർഡാണ്. അപ്പം പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊന്നും ലഭിക്കില്ല. അപ്പോൾ ഓടിക്കാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഓമനിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫ്രണ്ടിലേക്ക് ബോർഡിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നല്ലൊരു പൊസിഷനിലിരുന്ന് റോഡ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. നല്ലൊരു ഫീലിൽ തന്നെ, ഒരു ബസ് ഓടിക്കുന്ന ഫീലിൽ തന്നെ നമുക്ക് ഈ വണ്ടി കൊണ്ടു നടക്കാനായിട്ട് പറ്റും.
പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടികൾക്ക് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബോണറ്റ് തുറന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇത് ആണെങ്കിൽ ഇതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ട് നമ്മൾ ഇതിന്റെ അടിയിലാണ് ഇതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ എഞ്ചിനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം മഴ നനഞ്ഞുകൊണ്ട് നമുക്ക് പണിയെടുക്കുന്നതായിട്ടില്ല, വണ്ടിയുടെ അകത്തിരുന്നുകൊണ്ട് തന്നെ നമുക്ക് പണിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിന്റെ ബാറ്ററി ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീറ്റിന്റെ അടിയിലായിട്ടാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു മൾട്ടി യൂട്ടിലിറ്റി വണ്ടി ആയതുകൊണ്ട് തന്നെ കായകോലം ഉണ്ടാവാനും അങ്ങനെ പല വീട്ടാവശ്യങ്ങൾക്കും ഈ ഒരു വണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ സാധാരണ കാറൊക്കെ കൊടുത്ത് കാശ് കൊടുത്ത് കാർ വാങ്ങിച്ച് അതിനകത്ത് ഇത്രയും വലിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി ഉപകാരപ്പെടുന്ന ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്തായാലും എനേബിൾ ചെയ്യുക. പുതിയ റിവ്യൂമായി വീണ്ടും കാണുമ്പോൾ ഇറ്റ്സ് മീ യുവർ മല്ലു വ്ളോഗർ.